എന്താ സർ? നവീൻ ഗോപാൽ വർമ്മ നിങ്ങളുടെ ആരാ? മകനാണ്. അയാൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അയാളെ വിളിക്ക്. എന്താ എന്താ സർ? ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നവീൻ ഗോപാൽ വർമ്മയെ കാണാൻ വന്നത്. പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ? സാറിന് ചിലപ്പോൾ ആള് തെറ്റിയതായിരിക്കും. നിങ്ങൾ അയാളെ വിളിക്കേ. സാറ് കാര്യം എന്താ വെച്ചാൽ പറയും. എൻ്റെ മകൻ്റെ പേരിൽ ഇങ്ങനെയൊരു ആരോപണം ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ അയാളെ വിളിക്കുന്നോ അതോ ഞങ്ങൾ അകത്ത് കയറി അയാളെ കണ്ടെത്തണോ? വേണ്ട, ഞാനാ നവീൻ ഗോപാൽ വർമ്മ. മിസ്റ്റർ നവീൻ, സിത്താര ശ്രീനിവാസിന്റെ മകൾ ഗാഥ മിസ്സിംഗ് ആണ്. അവൾ വീട്ടിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയത് നിങ്ങളോടൊപ്പം ചെലവഴിക്കാനാണ്. അവളോടെ ഇതായിരുന്നു കാര്യം. ഞാനും ഗാഥ ഇന്നലെ തമ്മിൽ കാണാൻ തീരുമാനിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അയാളെ വിളിക്കുമ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം സ്റ്റേഷൻ വരും. സാർ, എൻ്റെ പേരിൽ ആരാ സാറിന് പരാതി തന്നത്? ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അതെന്ത് മര്യാദ സാർ? കാര്യം എന്താണെന്ന് എൻ്റെ മകൻ പറഞ്ഞല്ലോ. ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അത്. അതെ സർ, അവരുടെ നിശ്ചയം വരെ കഴിഞ്ഞിരിക്കുക. നിശ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? വിവാഹം കഴിച്ച പെൺകുട്ടിയെ ആദ്യ രാത്രി കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുള്ളവരുണ്ടല്ലോ. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിങ്ങളെ ആരെ കോമാളി വേഷം കെട്ടി ഇങ്ങോട്ടേക്ക് വിട്ടത്? സമൂഹത്തിൽ കൊള്ളാവുന്നൊരു പൊസിഷനിൽ ഇരിക്കുന്നവരാ ഞാനും എൻ്റെ കുടുംബവും. ഇവിടെ വന്ന് സാറിൻ്റെ ഇത്തരം ഷോയൊന്നും വേണ്ട. മിസ്റ്റർ നവീൻ, തർക്കിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ബലമായിട്ട് ഞാൻ കൊണ്ടുപോകും. അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുകയുള്ളൂ. സർ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാന്യമായൊരു ചോദ്യം ചെയ്യലിനാ ഞാൻ ഇയാളെ കൊണ്ടുപോകുന്നു. അത് ഇയാൾ നിഷേധിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ പെൺകുട്ടിയുടെ മിസ്സിങ്ങിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് തന്നെയാ. സാർ, അച്ഛാ വേണ്ട. CS സാറിൻ്റെ ആഗ്രഹം നടക്കട്ടെ. സാറ് പോയിക്കോളൂ. ഞാൻ എൻ്റെ കാറിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം. എനിക്കങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പദവി ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല.